അങ്ങനെ ഇന്ന് റമദാൻ 3 ആയില്ലേ. ചിക്കനും പത്തിരി ഇല്ലാത്ത ദിവസങ്ങളില്ലല്ലേ. പത്തിരിക്ക് ചിക്കൻ കറിയാണ് നല്ലതല്ലേ. ഇത് ഉപ്പേരി വെക്കാനാണ് കേട്ടോ. ഉപ്പേരി എന്തിനാണെന്നറിയാം, പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടും. ആ കഞ്ഞിയിലേക്കാണ് ഉപ്പേരി. അതെല്ലാതും കൂടി ഞാൻ ഒപ്പം നന്നാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചതാണ് കേട്ടോ. ഇത് പത്തിരിക്ക് മാവ് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ കറി വെക്കാനുള്ളതാണ്. നല്ല ടേസ്റ്റുള്ള കഞ്ഞി കേട്ടോ പള്ളിക്കന്ന് കിട്ടണത്. അപ്പോൾ അതിലേക്കൊരു ഉപ്പേരിയും മാങ്ങ അച്ചാറിട്ടിട്ടുണ്ട്. മാങ്ങ അച്ചാറും കൂട്ടിയിട്ട് അടിക്കാം. നോമ്പറന്ന് വയ്ക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ചിക്കൻ കറിയിലേക്കുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചതാണ്. അത് കൂട്ടി കുഴക്കണം. ഉള്ളി ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുക്കാനുള്ളതാണ്. പത്തിരിക്ക് മാവ് ഇതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പത്തിരി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പത്തിരിക്ക് ചിക്കൻ കറി വേണം, അല്ലാതെ ഒരു സുഖം കിട്ടില്ല അല്ലേ. പിന്നെ ഞാൻ എണ്ണക്കടി ഉണ്ടാക്കണില്ല കേട്ടോ. അടയാണ് ഉണ്ടാക്കണത്. ആവിയിൽ അട ഉണ്ടാക്കണത് കേട്ടോ. 4 എണ്ണ ഉണ്ടാക്കണുണ്ട് കേട്ടോ. ഇഡ്ഡലി ചെമ്പിലാണ് വെക്കണത് കേട്ടോ. അപ്പം അത് ആവിയിൽ കിടന്നിട്ട് അങ്ങനെ വേകുമ്പോൾ നമുക്ക് വേറെയുള്ള പണികൾ ചെയ്യാമല്ലോ. എന്നും എണ്ണക്കടി തന്നെയല്ലേ. ഇന്നലെ എണ്ണക്കടി, അപ്പോൾ ഒന്ന് ആവി അടയിൽ പോട്ടെ. അപ്പം അതങ്ങനെ ഒക്കെ ആക്കിയിട്ട് വെക്കണം കേട്ടോ. ആദ്യത്തെ തട്ടിൽ 2 എണ്ണം വെച്ചു. പിന്നെ രണ്ടാമത്തെ തട്ട് വെച്ചതിലും 2 എണ്ണം വെക്കുകയാണ് കേട്ടോ. 4 എണ്ണം ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരി റെഡി ആയിട്ടുണ്ട്, ഉപ്പേരി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ മേടിച്ച തണ്ണിമത്തൻ മധുരമല്ല. അപ്പോൾ ഇന്നൊരു തണ്ണിമത്തൻ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ മഞ്ഞ തണ്ണിമത്തനാട്ടോ മേടിച്ചത്. അങ്ങനെ വീട്ടിലെത്തി നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ തന്നതാണ്. കഞ്ഞി ഞാൻ പള്ളിയിൽ നിന്ന് മേടിച്ചാണ്. ഇതൊക്കെ കൂട്ടുകാർ തന്നതാട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ